ശബരിമല തീർത്ഥാടനം എന്നും ഒരു വിവാദമാണ്. ഒന്നുകിൽ അഴിമതി, അല്ലെങ്കിൽ സ്വജനപക്ഷപാതം, അല്ലെങ്കിൽ അവിടെ ഭക്തർ കൂടുതൽ വന്നു, കുറച്ച് വന്നു, ഭക്തർക്ക് ആവശ്യമായ സൗകര്യം കിട്ടുന്നില്ല, അത് നിലയ്ക്കലിൽ കിട്ടുന്നില്ല, പമ്പയിൽ കിട്ടുന്നില്ല, എരുമേലി കിട്ടുന്നില്ല, സന്നിധാനത്ത് കിട്ടുന്നില്ല. ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ചർച്ച കേരള സമൂഹത്തിൽ ആവശ്യമാണ്, ഇന്ത്യൻ സമൂഹത്തിൽ ആവശ്യമാണ്. ഇന്ത്യൻ സമൂഹത്തിൽ ആവശ്യമാണെന്ന് പറയാൻ കാരണം കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, ഗോവ, ഈ ഒരു മഹാരാഷ്ട്ര, ഇങ്ങനെ 6-7 സ്റ്റേറ്റിൽ നിന്ന് ധാരാളം ഭക്തർ, എല്ലാ ജാതി മതത്തിൽപ്പെട്ട ഹിന്ദുക്കൾ മാത്രമല്ല വരുന്നുണ്ട്, പിന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും വരുന്നത്. വരെ വലിയൊരു ക്ഷേത്രമാണ് കാനന ക്ഷേത്രം എന്നുള്ള നിലയിൽ 2-3 കാര്യങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, പ്രതിദിനം ഇപ്പോൾ 20,000 പേർക്ക് വിർച്വൽ ക്യൂ കൊടുത്തിരുന്നത് ക്യൂവിൽ വരെ ടിക്കറ്റ് കൊടുത്തിരുന്നത് ഇപ്പോൾ 5,000 പേരാക്കിയപ്പോൾ അവിടുത്തെ പ്രശ്നം തീർന്നു. 30,000 പേരാണ് ശരാശരി അവിടുത്തെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നു. അത് ചിലപ്പോൾ 55,000 വരെ പോയാലും കുഴപ്പമില്ല. 55,000 വരെ പോവുകയാണെങ്കിൽ 60 ദിവസം കൊണ്ട് ഒരു 30 ലക്ഷം ആളുകൾക്ക് അവിടെ വരാൻ പറ്റൂ. പക്ഷേ അവിടെ 1 കോടി 1.25 കോടിയിലധികം ആളുകൾ വന്നു കയറുന്നു. അപ്പോൾ 30 ലക്ഷം വരാൻ പറ്റുന്നൊരു സ്ഥലത്ത് 1.25 കോടിയിലധികം ആളുകൾ വന്നാൽ എങ്ങനെ എന്നൊരു ചോദ്യമാണ്. 1000 പോലീസ്, അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ള അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറായിട്ടുള്ള IPS റിട്ടയറാണ് അലക്സാണ്ടർ ജേക്കബിനെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്, അവിടെ എങ്ങനെയാണ് 2,000 പോലീസ് വേണ്ടടുത്ത് 1000 പോലീസേ ഉള്ളൂ. അപ്പോൾ 2,000 പോലീസ് ഇട്ടാൽ 2,000 പോലീസുകാർക്കുമായിട്ടുള്ള ശൗചാലയം വേണം, പിന്നെ കിടക്കാൻ സ്ഥലം വേണം. അങ്ങനെ വളരെ ഗൗരവതരമായ ഒരു വിഷയങ്ങൾ, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് ആളുകൾ ഇടാനും പറ്റുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ശബരിമലയ്ക്ക് എന്താണ് ഒരു പരിഹാരം? പിന്നെ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ കാനനത്ത് 30 ഏക്കർ സ്ഥലം ചോദിച്ച് അവിടെ സൗകര്യങ്ങൾ ഒരുക്കാൻ കൊടുത്തില്ല, മറ്റ് വേറെ ഹെലികോപ്റ്റർ ഇറക്കാൻ പറ്റിയില്ല, അങ്ങനെ പിന്നെ ഇന്ദിരാഗാന്ധിക്ക് അവിടെ വരാൻ പറ്റിയില്ല. ഇന്ദിരാഗാന്ധിക്ക് ശബരിമലയിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ദർശനം നടത്തണമെന്ന്, പക്ഷേ അവർക്ക് പറ്റിയില്ല. കാരണം ഹെലിപ്പാഡ് നിർമ്മിക്കാൻ അന്ന് ഫോറസ്റ്റ് വകുപ്പ് സമ്മതിച്ചില്ല. ഇന്ദിരാഗാന്ധി തന്നെ ഉണ്ടാക്കിയ ഒരു ഫോറസ്റ്റ് നിയമമാണത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ. പക്ഷേ ആ ഫോറസ്റ്റ് വകുപ്പ് സമ്മതിക്കാത്തത് കൊണ്ട് അവിടെ ഹെലിപ്പാഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് പിന്നെ ദ്രൗപദി മുർമുവിനെ കൊണ്ടുപോയി, അതൊക്കെ നമ്മൾ കണ്ടതാണ് പ്രസിഡന്റിനെ. എന്താണ് ശബരിമലയ്ക്കുള്ള നിർദ്ദേശങ്ങൾ? 5-6 നിർദ്ദേശങ്ങൾ ശബരിമലയ്ക്കുണ്ട്. ഇത് K. ജയകുമാർ IAS അവർക്ക് വായിച്ചു കൊടുക്കുന്നതാണ് ദേവസ്വം പ്രസിഡന്റിന്. ബാക്കി കൃത്യമായ ഹിന്ദു സംഘടനകൾ ദയവായി നിങ്ങളിത് കണ്ടാൽ നിങ്ങളിത് ഷെയർ ചെയ്യണം എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. ഒന്നാമത്തെ നിർദ്ദേശം, കേരളത്തിൽ ഇപ്പോൾ 5 ദേവസ്വം ബോർഡുകളുണ്ട്. ഒന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 1250 ക്ഷേത്രങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്താണ് ശബരിമലയും കൂടെ വരുന്നത്. അത് കഴിഞ്ഞ് ഗുരുവായൂർ ദേവസ്വം, ഒരൊറ്റ ക്ഷേത്രമേ ഉള്ളൂ, ഗുരുവായൂർ ക്ഷേത്രം. കൂടൽമാണിക്യ ക്ഷേത്രം, കൂടൽമാണിക്യ ദേവസ്വത്തിൻ്റെ ക്ഷേത്രം. പിന്നെ അത് പോയിട്ട് മലബാർ ദേവസ്വത്തിൽ ഒരു 10,200 അത് 10,500 ക്ഷേത്രങ്ങൾ. പിന്നെ അല്ലാതെ കുറേ ക്ഷേത്രങ്ങൾ, അല്ല ഒരു 13,000-ഓളം ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ളത്. ആറ്റുകാൽ ക്ഷേത്രം നടത്തുന്നത് വേറെ ട്രസ്റ്റാണ്, ചക്കുളത്തകാവ് നടത്തുന്നത് വേറെ ട്രസ്റ്റാണ്, മറ്റ് ക്ഷേത്രങ്ങളെല്ലാം നടത്തുന്ന ട്രസ്റ്റുകളാണ്. എന്തുകൊണ്ട് ശബരിമല ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു ദേവസ്വം ബോർഡ് നമുക്ക് രൂപീകരിച്ചുകൂടാ? കാരണം ഇവിടുത്തെ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മറ്റെല്ലാ ജോലിയും എല്ലാ ക്ഷേത്രങ്ങളിലും കാര്യങ്ങൾ നോക്കുന്നവരുടെ ഒരു അറ്റൻഷൻ മാത്രമാണ് ശബരിമലയിൽ വരുന്നത്. അത് പോരാ, അവർ 5-6 മാസത്തെ തയ്യാറെടുപ്പ് നടത്തുന്നുള്ളൂ. അത് പോരാ, ശബരിമല ദേവസ്വം ബോർഡ് രൂപീകരിക്കുക, ഒന്നാമത്തെ നിർദ്ദേശം. നമ്പർ 2, എല്ലായിടത്തും നമ്മൾ ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കാറുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങളിൽ എവിടെയാണ് കൺസ്ട്രക്ഷൻ നടത്താത്തത്? എല്ലായിടത്തും കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. ഓലക്കെട്ടിടങ്ങളായിരുന്നു, അത് ഓടിട്ട കെട്ടിടങ്ങളായി. ഓടിട്ട കെട്ടിടങ്ങൾ ദീർഘകാലം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ടെറസ് കെട്ടിടങ്ങളായി. എല്ലാ അമ്പലങ്ങളിലും പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. പരിഷ്കാരം വരുത്താത്ത ഒരു ക്ഷേത്രവുമില്ല. അതാണ് ഹിന്ദുവിൻ്റെ മെച്ചം. ഹിന്ദു സമുദായത്തിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്താണ്? പരിഷ്കാരങ്ങളെ സ്വീകരിക്കുന്ന സമൂഹമാണ്. പക്ഷെ പരിഷ്കാരം പറയേണ്ടത് തന്ത്രിമാരും ജ്യോത്സ്യന്മാരും ജ്യോതിഷികളും ഒക്കെയാണ്. അതേ ഉള്ളൂ. പ്രശ്നം വെച്ചാണ് തന്ത്രം, ദേവഹിതം എന്തെന്നറിയണം, അത്രമേ ഉള്ളൂ. ശബരിമലയിൽ എന്തുകൊണ്ട് 18-ാം പടിയുടെ വീതി കുറച്ചുകൂടെ കൂട്ടിക്കൂടാ? അത് കുറച്ചുകൂടി ആളുകളെ സെക്കൻഡിൽ അല്ലെ മിനിറ്റിൽ 50 പേരെ കയറ്റുന്നത് ഒരു 10, 100, 200 പേരെ കയറ്റത്തക്ക നിലയിൽ എന്തുകൊണ്ട് ശബരിമലയിലെ, ഇതൊരു ആചാര വിഷയം കൂടെ ആയതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്, കറക്റ്റായിട്ട് പറയാത്തത്. പക്ഷേ ശബരിമല ദേവസ്വം ബോർഡ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് കറക്റ്റായിട്ട് പറയുന്നത് ഒരു ആചാര വിഷയമാണ്. എന്തുകൊണ്ട് അത് കുറച്ചുകൂടെ വീതിയും നീളവും കൂട്ടിക്കൂടാ? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഈ വരുന്ന സകല ഭക്തർക്കും ശബരിമല 18-ാം പടി വഴി ചവിട്ടണമെന്ന് ആഗ്രഹമുള്ളവരല്ല. അത് ഞാൻ ഒരുപാട് ഭക്തന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് അല്ലാതെങ്കിലും അയ്യപ്പനെ ദർശിച്ചാൽ മതി. അപ്പോൾ ഒരു പാരലൽ വഴി കൂടി ഇട്ട് അവരോട് പറയുക, ഒന്നുകിൽ ശബരിമല 18-ാം പടി വഴി കയറാം, അല്ലെങ്കിൽ ഇതുവഴിയും ദർശനമുണ്ട്. 2 ക്യൂ ആലോചിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. പല ക്ഷേത്രങ്ങളിലും VIP ക്യൂ, അങ്ങനെ 2 ക്യൂ ഒക്കെ ഉള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ തിരുപ്പതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ 2 ക്യൂ ഉണ്ട്. ഒരിടത്ത് പൈസ അടച്ചുള്ള ക്യൂ, ഒരിടത്ത് പൈസ അടയ്ക്കാതെ. ഇത് പൈസ വാങ്ങണ്ട, ഒരു പാരലൽ സംവിധാനം കൂടി എന്തുകൊണ്ട് ശബരിമലയിലേക്ക് ഇട്ടുകൂടാ? രണ്ടാമത്തെ ചോദ്യം.
മൂന്നാമത്തെ ചോദ്യം, മലേഷ്യയിൽ ഞങ്ങൾ പോയിരുന്നപ്പോൾ ഒരു കാട്ടിനകത്താണ്, കൊടും കാട്ടിനകത്താണ് അവിടുത്തെ ടൂറിസ്റ്റ് വില്ലേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര ടൂറിസ്റ്റ് വില്ലേജാണ്. ആ വില്ലേജിലേക്ക് എയർ കാർ വഴിയാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ ജഡായിപ്പാറ, രാജീവ് അഞ്ചലിൻ്റെ ചടയമംഗലത്തെ ജഡായിപ്പാറയിൽ റോപ്പ് വേ ഉണ്ട്, പളനിയിൽ പോയാൽ റോപ്പ് വേ ഉണ്ട്. എന്തുകൊണ്ട് എയർ കാർ സിസ്റ്റം ശബരിമലയിൽ വെച്ചുകൂടാ? ഒരു പരിസ്ഥിതിക്ക് ദോഷം വരാത്തൊരു വിഷയമല്ലേ? എയർ കാർ സിസ്റ്റം എന്തുകൊണ്ട് വെച്ചുകൂടാ? എന്തുകൊണ്ട് റോപ്പ് വേ വെച്ചുകൂടാ? അപ്പോൾ ശബരിമലയിലെ അടുത്ത നിർദ്ദേശം റോപ്പ് വേ എന്തുകൊണ്ട് വെച്ചുകൂടാ, എയർ കാർ എന്തുകൊണ്ട് വെച്ചുകൂടാ? അടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത് സീസണൽ സ്പോട്ട് അഡ്മിഷൻ ആരംഭിക്കുന്നത്, സ്പോട്ട് അഡ്മിഷൻ ഇല്ല, ഈ സ്പോട്ട് ദർശനത്തുള്ള സ്പോട്ട് ബുക്കിംഗ് ആരംഭിക്കുന്നത് എന്തുകൊണ്ട് ജനുവരി 1-ാം തീയതി ആളുകൾക്ക് മൊബൈൽ ആപ്പ് വഴി, വേറൊന്നും വേണ്ട, അവരുടെ മൊബൈൽ ആപ്പിൽ ശബരിമല ദേവസ്വം ബോർഡ് എന്നുള്ള മൊബൈൽ ആപ്പ് വഴി അയ്യപ്പ ദർശനം എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കി കൊടുത്താൽ ആ മൊബൈൽ ആപ്പ് ജനുവരി 1-ാം തീയതി ഓപ്പൺ ആക്കാൻ കഴിയുന്ന രീതിയിൽ ആപ്പ് ഉണ്ടാക്കാൻ പറ്റും. ജനുവരി 1-ാം തീയതി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അവർക്ക് രജിസ്റ്റർ നമ്പറും കിട്ടും, ഡേറ്റും കിട്ടും. അപ്പോൾ ആ രജിസ്റ്റർ നമ്പർ കിട്ടുന്ന അനുസരിച്ച് ഒരു തീയതി ഇങ്ങനെ കറക്റ്റ് നമ്മൾ ബുക്കിംഗ് കിട്ടും. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതല്ലേ, എയുടെ കാലമല്ലേ. അപ്പോൾ അവർക്കൊരു നമ്പർ കൊടുത്താൽ ഒരു ദിവസം എത്ര പേരവിടെ വരുത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ടാവും. അടുത്തൊരു നിർദ്ദേശം, കൃത്യമായി എരുമേലിയിലോ അല്ലെങ്കിൽ താഴെ ഭാഗത്ത് വിമാനത്താവളം നിർബന്ധമായും കൊണ്ടുവരണം. അതിൻ്റെ സമയം കഴിഞ്ഞു കേരളത്തിൽ. അടുത്ത കാര്യം, അവിടെ കൃത്യമായി ഈ ഹെലിപ്പാഡ് നിർമ്മിക്കാനുള്ള സംവിധാനം, ഒരുപാട് സ്ഥലം വേണ്ടല്ലോ ഹെലിപ്പാഡ് നിർമ്മിക്കാൻ, കുറച്ച് ഏക്കർ സ്ഥലം പോലെ, ആ ഹെലിപ്പാഡ് നിർമ്മിക്കാനുള്ള സംവിധാനം ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് ശൗചാലയങ്ങളുടെ ഒരു വലിയ വിഷയമാണ്. അതിന് വളരെ വലിയ തോതിൽ ശൗചാലയം പണിയുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കണം, നിർബന്ധമായി ഉണ്ടാക്കണം. കുപ്പിവെള്ളത്തിന് വേണ്ടി ശബരിമലയിൽ തന്നെ കുപ്പിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഫാക്ടറി ഉണ്ടാവണം, കുപ്പിവെള്ള ഫാക്ടറി ഉണ്ടാവണം. അത് ചെറിയ 10 രൂപ ബോട്ടിൽ, ചെറിയ ബോട്ടിൽ, വലിയ ബോട്ടിൽ വേണ്ട, ചെറിയ ബോട്ടിലിൽ അല്ലെങ്കിൽ വലിയ പല ടൈപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ പല ടൈപ്പിലുള്ള വാട്ടർ ബോട്ടിലുകളിൽ അവർക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാക്കണം. അവർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് വീതി കൂട്ടൽ സംവിധാനമൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പരിസ്ഥിതി രംഗത്ത് നിൽക്കുന്ന ആളെന്ന് കൂടെ ആയതുകൊണ്ട് എന്നോടൊരു ചോദ്യം വരാം. ഈ ഒരു കാനന ക്ഷേത്രത്തിനകത്ത് ഇനിയും 30 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ കുറച്ച് സ്ഥലം ഹെലിപ്പാഡിനും കുറച്ച് സ്ഥലം അങ്ങോട്ട് മറ്റേ റോഡ് വീതി കൂട്ടാനും ഒക്കെ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു പാരലൽ റോഡ് കൂടെ പണിയാനുള്ള സ്ഥലമൊക്കെ ആ കാട്ടിൽ കൊടുത്താൽ സ്വാഭാവികമായും നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വ്യത്യാസം വരില്ലേ? അല്ലെങ്കിൽ വനം കുറച്ചുകൂടി ചുരുങ്ങില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം, വൻകിടമായ കെട്ടിടങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതെല്ലാം താഴെ ചെയ്തോളൂ, അതെല്ലാ സംവിധാനങ്ങളും താഴെ ചെയ്യാം. ഞാൻ കാട്ടിനകത്തുള്ള കാര്യം, അമ്പലത്തിന്റെ അടുത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. അവിടത്തേക്ക് 1 റോപ്പ് വേ ആലോചിക്കണം, 2 എയർ കാർ ആലോചിക്കണം. എയർ കാറൊക്കെ വലിയ വലിയ സിസ്റ്റമാണ്, എയർ കാർ ആലോചിക്കാം. മൂന്നാമതെന്ന് പറയുന്നത് അവിടെ ഹെലിപ്പാഡ് വേണം. നാലാമതെന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ വീതി കൂട്ടുന്ന റോഡിന്റെ ആയാലും പടിയുടെ ആയാലും ഇതൊക്കെ വീതി കൂട്ടുന്ന ചില സംവിധാനങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് വനഭൂമി നഷ്ടപ്പെടും, അല്ലെങ്കിൽ വനഭൂമിയിൽ കുറച്ച് കൺസ്ട്രക്ഷൻ വരും. ഈ കൺസ്ട്രക്ഷന് സമാനമായി കണക്കെടുക്കാൻ പറ്റും, ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. സമാനമായിട്ടുള്ള ഭൂമി വനവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്ത പോരെ? അത് അയ്യപ്പ ഭക്തന്മാരെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. അവിടെ തെങ്ങ് കൊണ്ടുവരുന്നത് പോലെ തന്നെ തെങ്ങ് നടന്ന പരിപാടിയുണ്ട് അവിടെ. ശബരിമല പോയി 18 വർഷം പോയി കഴിഞ്ഞാൽ പിന്നെ തെങ്ങ് കൊണ്ടുവയ്ക്കുന്നത്, തെങ്ങിന് പകരം ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന്, 10,000-കണക്കിന് ചെടികൾ, വ്യത്യസ്ത തലത്തിലുള്ള വന ചെടികൾ കൊണ്ടുവരുന്ന സംവിധാനവും അതൊക്കെ വയ്ക്കുന്ന സംവിധാനത്തിലേക്കുള്ള രീതിയിൽ എന്തുകൊണ്ട് മാറ്റിക്കൂടാ? വിമാനത്താവളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് സംവിധാനം, നമുക്ക് ഈ ട്രാൻസ്പോർട്ട് ബസ് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ള ബഹളമൊക്കെ മാറ്റി ട്രാൻസ്പോർട്ട് ബസ്സിനെയൊക്കെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ശബരിമല ദേവസ്വത്തിൻ്റെ വണ്ടി ആയിരിക്കണം ഇനി ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. അതായത് താഴെ നിന്ന് നിലയ്ക്കലിൽ നിന്നും അല്ലെങ്കിൽ എരുമേലിൽ നിന്നൊക്കെ ആളുകളെ അങ്ങോട്ടേക്ക് അടുത്ത സ്റ്റേഷൻ വരെ പമ്പ വരെയൊക്കെ കൊണ്ടുപോകേണ്ടതും നടന്നു കയറുന്നതിൻ്റെ തൊട്ട് താഴെ വരെ കൊണ്ടുപോകേണ്ടതിന് KSRTC അവിടെ ഒഴിവാക്കുക. അത് ശബരിമല ദേവസ്വത്തിൻ്റെ ബസ്സുകൾ വാങ്ങണം. അപ്പോൾ ശബരിമല ദേവസ്വത്തിൻ്റെ ബസ്സുകളാകുമ്പോൾ ആളുകളെ കൃത്യമായി അങ്ങോട്ട് കൊണ്ടുപോകാം. അത് ഫ്രീ ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു സാങ്കേതികത്വമുള്ളത്, ശബരിമല ദേവസ്വം ബോർഡ് വന്നാൽ ബാക്കിയുള്ള 1200-1200ഓളം ക്ഷേത്രങ്ങളുണ്ട്, 250 ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രത്തിന് വരുമാനം, കാരണം ഇവിടുത്തെ വരുമാനം കൂടെ എടുത്തിട്ടാണല്ലോ ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്. അതെങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായാൽ മതി. ദേവസ്വം ബോർഡും ഗവൺമെൻറ്റുമായും കൃത്യമായ എഗ്രിമെൻ്റ് ഉണ്ടാകുക. അവിടെ വരുന്ന വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനമോ നിശ്ചിത തുകയോ, ഏതാണ് കൂടുതൽ വരുന്നത്, ശതമാനമാണ് കൂടുതൽ വരുന്നതെങ്കിൽ അങ്ങനെ, അല്ല എത്ര തുകയാണോ വരുന്നത്
അത് കൊടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആ പണം ആ മറ്റ് ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൊടുത്തോട്ടെ, അത് കൊടുക്കേണ്ടെന്നൊന്നുമില്ല. പക്ഷേ ശബരിമലയ്ക്ക് മാത്രമായി വളരെ കൃത്യമായ ശബരിമല ദേവസ്വം ബോർഡ് എന്നൊരു ബോർഡ് കൊണ്ടുവരിക. അത് വളരെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെയും സംവിധാനത്തിലേക്ക് റിക്രൂട്ട് ചെയ്ത്, ഓപ്പൺ റിക്രൂട്ട് ചെയ്ത് വിശ്വാസികളായവരെ മാത്രം, സമ്പൂർണ്ണമായി വിശ്വാസികളായവരെ മാത്രം അതിനകത്തേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളെ, പ്രത്യേകിച്ച് ഹിന്ദു സന്നദ്ധ സംഘടനകളെ വളരെ കൃത്യമായി ട്രെയിൻ ചെയ്ത് അക്രഡിഷൻ കൊടുത്ത്, അവർക്ക് കാർഡ് കൊടുത്ത് അക്രഡിഷൻ കൊടുത്ത് അവരുടെ സേവനം അവിടെ പ്രയോജനപ്പെടുത്തുക. പിന്നെ ശബരിമലയിലേക്ക് പോകാൻ ഒരു അയ്യപ്പ ഭക്തൻ രജിസ്റ്റർ ചെയ്താൽ, ഒരാൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് താങ്കളുടെ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മെയിൽ ID-യിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു PDF വരണം. ആ PDF എഴുതിയേക്കണം, ശബരിമല ക്ഷേത്രം ഇങ്ങനെയുള്ള ക്ഷേത്രമാണ്, അത് കാനന ക്ഷേത്രമാണ്, ഇന്ന പ്രോട്ടോക്കോളുണ്ട്, ഇതൊക്കെ പാലിച്ചാൽ മാത്രമേ ശബരിമല വരാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റും കൊടുക്കുക. അല്ലാതെ നമ്മൾ ശബരിമല അയ്യപ്പനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, അതുകൂടെ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. 55,000 പേര് മാത്രം വന്നിരുന്ന, 60,000-ന് താഴെ മാത്രം വന്നിരുന്ന വൃശ്ചിക 1-ന് കഴിഞ്ഞ ദിവസം 1,04,000 പേര് വന്നിട്ടും ഒരു അപകടവും അവിടെ ഉണ്ടാകാതെ രക്ഷിച്ചത് അയ്യപ്പനാണ്. ആ അയ്യപ്പനെ രക്ഷിക്കുമ്പോൾ അതിന് സഹായിയായിട്ട് ശ്രീജിത്ത് IPS-ൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സംഘം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും സംഭവിക്കാതിരുന്നത്. അല്ലെങ്കിൽ ഇത്രയും പേര് വന്നെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് പേർ മരിച്ചു പോവുകയോ വലിയ കലാപം ഉണ്ടാവുകയോ ചെയ്യുമായിരുന്നു. അത് സംഭവിച്ചില്ല. അത് അയ്യപ്പൻ്റെ ഒരു ശക്തി തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. പിന്നെ പോലീസിൻ്റെ ശക്തമായ ഇടപെടലുമുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ലാസ്റ്റ് അവസാനിപ്പിക്കാം. ശ്രീജിത്ത് IPS പറഞ്ഞിരിക്കുന്നു, ഒരു ഗൂഢാലോചനയുണ്ടോ ശബരിമലയിൽ ഇത്രയും പേർ ഒന്നിച്ച് പല രൂപത്തിൽ വന്നതിൽ എന്നതുണ്ട്. അത് അന്വേഷിക്കട്ടെ. എന്തായാലും ശബരിമല ക്ഷേത്രം കേരളത്തിൻ്റെ ക്ഷേത്രം എന്നുള്ള നിലയിൽ വിശ്വക്ഷേത്രമായി മാറ്റാൻ കഴിയുന്ന എല്ലാ സാഹചര്യവുമുണ്ട്. അതിൻ്റെ തുടക്കമാകട്ടെ ശബരിമല ദേവസ്വം ബോർഡ്.